ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ വീഡിയോ ആണ്. പക്ഷെ ഇത് ന്യൂ ഇയറിന്റെ ഡേ അല്ല കേട്ടോ. അതായത് 31st അല്ല, ഇത് 30th ആണ്. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ, ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, എൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ചെറിയ ട്രിപ്പൊക്കെ പോയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് ലിയ. അപ്പം ഞങ്ങൾ ഇന്ന് ഫോർട്ട് കൊച്ചി പോവാണ്. 31st ഒടുക്കത്തെ തിരക്കാവും, പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമെന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് ഞങ്ങൾ 30th അവിടെ പോവാന്ന് വിചാരിച്ചു. അപ്പം എല്ലാ റീലിലും നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടില്ല ആ റെഡ് കളർ മരം ഇല്ലേ, റെഡ് കളർ ലൈറ്റ് ഇടണേന്റെ മുന്നേ പോണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷെ എന്ത് ചെയ്യാനോ, ഞാൻ എത്തിക്കഴിഞ്ഞ് അതൊരു വലിയ കഥയാണ് ഗൈസ്, ഇതിന്റെ ഇടയിൽ കൂടെ പറഞ്ഞു തരില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലൊക്കെ പിന്നെ പറയാം. അപ്പം അതുകൊണ്ട് എനിക്ക് സമയം വൈകിപ്പോയി. അങ്ങനെ അവിടെ എത്തുമ്പോഴേക്ക് ലേറ്റ് ആയി. അങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ മെയിൻ ഉദ്ദേശം ആ ലൈറ്റും എല്ലാം കാണുന്ന വൈബ്, ഒരു പൂരത്തിന് പോയ അല്ലെങ്കിൽ പെരുന്നാളിന് പോയൊരു എഫക്റ്റ് ആയിരുന്നു. ഞങ്ങൾ കുറേ ഫുഡൊക്കെ ട്രൈ ചെയ്തു. ഈ സംഭവം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ അവളത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. പക്ഷെ അത്ര ക്രിസ്പി അല്ലായിരുന്നു. അതെനിക്ക് എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, അയ്യോ. പക്ഷെ എനിക്ക് കോളിഫ്ലവർ ബജി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ നടന്ന് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. പിന്നെ ആ തലയിലിട്ടിരിക്കുന്ന സാധനമാണ്. പിന്നെ ഞങ്ങള് കുറെ കാലമായിട്ട്, ഞാൻ ഒരുപാട് കാലമായിട്ട് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ് ഈ ഐസ്, ഡ്രൈ ഐസ് ഇട്ടിട്ടുള്ള ഈ സംഭവമില്ല. ഇത് ഡ്രൈ ഐസ് ആണ് കേട്ടോ. നമ്മള് ഒരു ബിസ്ക്കറ്റ് ആണ്, അതിൽ ഡ്രൈ ഐസ് ഒഴിക്കുമ്പോഴാണ് ഈ പുക വരുന്നത്. അപ്പൊ വായിന്ന് പുക വരുന്ന ഫുഡ് കഴിക്കും. ആ സംഭവം ഒന്ന് ട്രൈ ചെയ്യണം ഞങ്ങൾ കുറെ കാലമായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് ട്രൈ ചെയ്തു. ഈശ്വര, പക്ഷെ ഇടുമ്പോ നമുക്കൊരു ഭയങ്കര, എൻ്റെ പല സെൻസിറ്റിവിറ്റി അതുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇങ്ങനെ, ഞാൻ എന്തൊക്കെയോ പറയണ്ടല്ലേ, ഭയങ്കരമായിട്ട് ഒരുമാതിരി ഒരു വലിയ ടേസ്റ്റ് ഒന്നും ആദ്യം അറിയണ്ടായിരുന്നില്ല. ലാസ്റ്റ് കഴിച്ചു കഴിയാൻ നേരത്തേക്ക് ഒരു മധുരം കിട്ടുന്നുണ്ട്. എന്താണ് അതിന്റെ വികാരം മനസ്സിലാവില്ല. ഒരുമാതിരി ഭയങ്കര തണുപ്പോ എന്തോ ഒരു സംഭവം നമ്മുടെ വയലിൽ നിന്ന് അടിച്ചു കയറും പെട്ടെന്ന്. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴേക്കും എന്നെ ടേസ്റ്റ് കുഴപ്പമില്ല. ഈ 2 ദിവസത്തെ വ്ലോഗ് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടാണ് കേട്ടോ അത് അപ്ലോഡ് ചെയ്യുന്നത്. കാരണം ഒരുപാട് അങ്ങനെ കാണിക്കാൻ മാത്രം ഉണ്ട് എന്നറിയില്ല. ഞങ്ങളുടെ ഒരു കുഞ്ഞു ഔട്ടിങ്, ഞങ്ങള് എന്താ പറയാ, ഞങ്ങളുടെ എല്ലാ അലമ്പ് വീഡിയോ ആണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അപ്പം ഇഷ്ടമാണെങ്കിൽ ഇരുന്ന് കണ്ടാൽ മതി കേട്ടോ. വലുതായിട്ടൊന്നുമില്ല. ഞങ്ങൾ അവിടെ ഫുൾ കറങ്ങി അടിച്ച് ഞങ്ങളുടെ ഒരു ലോകം അതായിരുന്നു. അപ്പം നല്ല ലൈറ്റ്സ് ഒക്കെ, എനിക്ക് ലൈറ്റ്സും രാത്രി, എനിക്ക് പ്രത്യേകിച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ, ഡിസംബർ മാസം ഏറെക്കുറെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. അതുപോലെ എനിക്കും ഇഷ്ടം. പ്രത്യേകിച്ച് ആ ലൈറ്റ്സും ആ ഒരു തണുപ്പൊക്കെ. ഇപ്പോഴത്തെ ഡിസംബറിന് തണുപ്പില്ല, പക്ഷെ ഈ ലൈറ്റ്സ് എല്ലാം കൂടെ കാണാൻ നല്ല വൈബായിരുന്നു. പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചിയിലാണ് എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ന്യൂ ഇയറിന്റെ വൈബ് കിടക്കുന്നത്. അത്രയും ലൈറ്റ്സ് ആയിരുന്നു നമ്മൾ പോണ വഴി മുഴുവൻ. ഇപ്പം എൻ്റെ വീട് മലപ്പുറം ആവുകൊണ്ട് എനിക്ക് ഇത്രയും ക്രിസ്മസിന് ഇത്രയും ഇത് മലപ്പുറത്ത് കുറവാണ്. പക്ഷെ ആ സൈഡിലേക്ക് നല്ല രീതിയിൽ നല്ല ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ലൈറ്റ്സ് ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് കാണുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ചെന്നിട്ട് നമ്മൾ അറ്റ് ലാസ്റ്റ് ആ മരം കണ്ടു. അടിപൊളിയാണ് കേട്ടോ. നമ്മള് ഇങ്ങനെ നോക്കി നിന്നു. അതിന്റെ താഴെ ചെന്ന് നിൽക്കുമ്പോഴാണ് അതിന്റെ ഒരു ഏതോ ഒരു ലോകം പോലെയാണ് തോന്നുന്നത്. മേലേക്ക് നോക്കുമ്പോൾ നക്ഷത്രം പോലെ, എന്താ പറയാ, അത് പറഞ്ഞ് ഇതാക്കാനല്ല. പക്ഷെ തിരക്ക് നല്ല തിരക്കായിരുന്നു. പക്ഷെ നമ്മൾ ഇത് മാത്രം എൻജോയ് നടക്കുമ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും. തിരക്ക് ഒരുപാട് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഞാൻ അതിന്റെ താഴെ നിന്ന് നമ്മൾ മേലോട്ട് നോക്കി ഇങ്ങനെ നിന്ന് പോകും. അത്ര രസം ഉണ്ടായിരുന്നു. ഇടയിൽ കുറച്ച് കുഞ്ഞു സാന്റക്ലോസ് ഒക്കെ ആണ് മുകളിൽ വെച്ചിട്ട്. പക്ഷെ ഈ വീഡിയോയുടെ ക്ലാരിറ്റി അത്ര നല്ലതല്ല. നമ്മളിങ്ങനെ കൈയെടുക്കുന്നു, തുടയ്ക്കുന്നു, ആ ക്യാമറയുടെ അവിടെ കൈ കൊണ്ടിട്ട് അത്രയും ക്ലിയർ അല്ല കേട്ടോ. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ 8:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം അടുത്ത ദിവസം നമുക്ക് വേറെ പ്ലാൻ ഉണ്ടാവുകൊണ്ട് ഒരുപാട് അങ്ങോട്ട് നടന്ന് ടയർഡാക്കാൻ വയ്യ. കാരണം അടുത്ത ദിവസം കുറെ നടക്കാനും ഒക്കെ പോകാനുള്ളതല്ലേ. അതുകൊണ്ട് നമ്മൾ 8:30 നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്.
എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് ഇങ്ങനെ കിട്ടുമോ കിട്ടില്ലെന്ന് കുറെ വണ്ടികളൊക്കെ ഷോക്കായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കിട്ടി. അങ്ങനെ പോണ വഴിക്ക് നിറച്ച് ലൈറ്റ്സ് ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ലൈറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എനിക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ തോന്നുന്നതുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമുക്കൊരു ഷോപ്പിന്റെ മുന്നിൽ മാത്രമല്ല, നമ്മുടെ ആ സൈഡില് 2 സൈഡിൽ വീടുകളുടെ മുന്നിൽ കൂടെ പോവാണെങ്കിലും ഒക്കെ നല്ല ക്രിയേറ്റീവ് ആയിട്ട് അടിപൊളിയായിട്ടാണ് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് അന്നത്തെ ഡേ കഴിഞ്ഞു, വീട്ടിൽ ചെന്നു കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ കാണാം. അപ്പൊ നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം പോയത്. നമ്മൾ ആര്യാസിലാണ് ഫുഡ് കഴിക്കാൻ പോയത്. നമ്മുടെ സ്ഥിരം സ്ഥലമാണ് കാക്കനാട് ആര്യാസ്. അപ്പൊ കുറെ കാലമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട്, പക്ഷെ കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആര്യാസ് പോവാണ്. ഓട്ടോയിലാവുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിരുന്നില്ല കേട്ടോ എന്റെ സൗണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങള് ഗീ റോസ്റ്റ് ആണ് കഴിച്ച, മസാല ദോശ കഴിച്ചില്ല, എന്തോ മസാല ദോശ ഇല്ല. പിന്നെ ഞങ്ങൾ വൈറ്റിലാണ് പോയത്. അവളുടെ ഹോസ്റ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പൊ വാട്ടർ മെട്രോ എടുത്തിട്ടാണ് പോയത്. ഞാൻ കാക്കനാടാണെങ്കിലും വാട്ടർ മെട്രോയിൽ ഞാൻ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇവിടെ സർവീസ് പറയുന്നത് കാക്കനാട് ടു വൈറ്റില, വൈറ്റില ടു കാക്കനാട് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് കയറുക. എനിക്ക് എന്താ പറയാ, ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, അവളും അതെ. അപ്പോൾ കാക്കനാട് ആ ഒരു ബ്രിഡ്ജിന്റെ താഴെ നമ്മുടെ മെട്രോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ കഴിഞ്ഞ തലേ ദിവസം ഞാൻ ഇതിൽ കയറാൻ വേണ്ടി പോയപ്പോൾ ബോട്ടിന് എന്തോ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഞാൻ പറഞ്ഞു ലേറ്റ് ആയിന്ന്, അങ്ങനെയാണ് ലേറ്റ് ആയത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ കയറുകയാണ്. ഇതേ വീഡിയോ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈഡ് ആരെയും നിൽക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത് നിൽക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ആരും ഇവിടെ പോയി കണ്ടില്ല. പിന്നെ വെയിലായിരുന്നു, ആരും പുറത്തു പോകാത്തത് അതുകൊണ്ടായിരിക്കും. എന്തോ എൻ്റെ വിൻഡോ സൈഡ് എനിക്ക് കിട്ടിയില്ല. അപ്പം പക്ഷെ നല്ല ട്രാവൽ ചെയ്യാൻ നല്ല സുഖമാണ് കേട്ടോ. 30 rupees ആണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. കാക്കനാട് ടു വൈറ്റിലാണെങ്കിലും വൈറ്റില ടു കാക്കനാട് ആണെങ്കിലും അത് ഓരോ ടൈമിങ്ങിനനുസരിച്ചിട്ട് റേറ്റിന് എന്തോ വ്യത്യാസം ഉണ്ടോ തോന്നുന്നു. ഞങ്ങൾ രാവിലെ ഉണ്ടായിരുന്നത്. അപ്പൊ രാവിലെ നേരം 10:55 ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ഉണ്ട്. അപ്പോൾ എന്താ പറയാ 30 rupees ആയിരുന്നു ഒരാൾക്ക് ചാർജ് വൈറ്റില വരെ പോകുന്ന. എന്താ പറയാ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വാട്ടർ മെട്രോ ഫസ്റ്റ് ടൈം കയറുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം എനിക്ക് ഒട്ടും ബോറടിച്ചില്ല. പക്ഷെ അവൾക്ക് ചെറുതായിട്ട് ബോറടിച്ചു എന്നാണ് അവൾ പറഞ്ഞത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മളിങ്ങനെ പോണ വഴിക്ക് നമുക്കധികം വെയിലൊന്നും കൊള്ളണില്ല, നല്ല ഈസിയിൽ സുഖമായിട്ട് ഇരിക്കാം. പിന്നെ നല്ല വലിയ വിൻഡോ ആയതുകൊണ്ട് ഗ്ലാസ് ഇട്ടതുകൊണ്ട് നമുക്ക് പുറത്തുള്ളത് നന്നായിട്ട് കാണാം. കണ്ടോ, പുറത്ത് നല്ല വ്യൂ ആയിരുന്നു. അതായത് ഞാൻ അവിടുത്തെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ DLF ആണ് തോന്നുന്നു ദൂരത്ത് കാണുന്നത്. പിന്നെ ഈസി ആയിട്ട് പെട്ടെന്ന് പോയി വരാം. ഒരു 20-25 minutes മാക്സിമം അത്ര എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് റോഡിൽ പോകാന്ന് വെച്ചാൽ അതിലും കുറവാണ് എടുക്കുക. എന്നാലും ഇതൊരു വരെ ഇതാണല്ലോ കാക്കനാട്. അപ്പം ഇത് നന്നായിട്ടുണ്ടായിരുന്നു കാണാനും. നമുക്ക് നല്ല രസമുണ്ടായിരുന്നു. വൈറ്റിലയും നമ്മൾ മെട്രോ എടുത്തിട്ട് കല്ലൂരി പോകുമ്പോഴാണ്. അവിടെ നിന്ന് നമുക്കിന്ന് ഹെർഡേയിൽ പോകാം. ഹെർഡേയിൽ പോകുന്ന കുറേ കാലമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട് പോകാം. ന്യൂ ഇയർ സെലിബ്രേഷൻ ഷോപ്പിംഗ് ആവുന്നുണ്ട് തോന്നുന്നു. ബൈ ബൈ. നമ്മളങ്ങനെ മെട്രോ ഇറങ്ങി. ഇപ്പം എന്താ ഊബർ എടുത്തിട്ട് ഹെർഡേ പോകാൻ വേണ്ടി നിൽക്കുക. ഈശ്വര നല്ല വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. എൻ്റെ കൂടെ ഒരു തീവ്രവാദിയാണ് കൂടെ ഉള്ളത്.
അവള് പറയായിരുന്നു അവളുടെ ആഗ്രഹമായിരുന്നു മഹാരാജാസ് പഠിക്കണമെന്ന്, പക്ഷെ തലയ്ക്കകത്ത് ഓളമില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഹെർഡയിലെത്തി ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ എടുത്തു കേട്ടോ. ഇത് എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ? അപ്പം അവിടെ കുറെ കൊറിയൻ ടൈപ്പ് ഡ്രസ്സസ് ഉണ്ട്, അതേപോലെ ടോപ്സ് ഉണ്ട്, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അഫോർഡബിൾ ആണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കാണുന്ന പോലെ സെയിലിന്റെ റേറ്റിലൊന്നും അത്രയ്ക്കൊന്നും കുറഞ്ഞു കിട്ടില്ല. നോർമൽ നമ്മളൊരു ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എടുക്കുന്ന അത്ര റേറ്റ് ഒക്കെ തന്നെയുള്ളൂ. ജീൻസ് ഒക്കെ ആണെങ്കിൽ ഒരു 799, 800, 899 ആ ഒരു റേഞ്ച് അങ്ങനെയൊക്കെ. അന്ന് വാങ്ങിച്ച ഡ്രസ്സ് അന്ന് ഇട്ടിട്ട് ഞാൻ ഉദ്ഘാടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങള് മറൈൻ ഡ്രൈവ് എത്തി. ബ്രോഡ്വേയിൽ പോയ വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല, കാരണം ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ കടകളൊക്കെ കുറെയൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മറൈൻ ഡ്രൈവ് അടിപൊളിയായിരുന്നു. എല്ലാ 2024 വരവേൽക്കാൻ വേണ്ടി കുറെ ലൈറ്റ്സും അതിന്റെ 2024 വലുതായിട്ട് എഴുതിയിട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം, പിന്നെ എൻ്റെ ലിപ്സ്റ്റിക് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ അതാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഞാൻ എന്നെ തന്നെ നോക്കി നടക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ ലിപ്സ്റ്റിക് ഞാൻ ലിയഡയിൽ എടുത്ത് അടിച്ചു മാറ്റിയിട്ടതാണ്. മമത്തിന്റെ ഏതോ ഒരു ഷെയ്ഡായിരുന്നു, പക്ഷെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കുറെ നേരം നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ മറൈൻ ഡ്രൈവില് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരിതാണ് കേട്ടോ. ഡാൻസിങ് ക്രിസ്മസ് ട്രീ എന്നാണ് പേര് തോന്നുന്നു. ഇതിൽ കുഞ്ഞു കുഞ്ഞു സാൻഡേഴ്സ് ഒക്കെ ഇങ്ങനെ ഓരോരോ എന്താ പറയാ, ആ ഒരു എന്താണ് പറയാ, ലെയർ അതിൽ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു റോല് പോലെ. അപ്പൊ ഇത് ഡാൻസ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷെ ഞാൻ ആ സമയത്ത് ഡാൻസ് ചെയ്തൊന്നും കണ്ടില്ല. പിന്നെ ആ സമയത്ത് അന്ന് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും ഓരോരോ സമയത്ത് നമ്മൾ പോണ വഴിക്കൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പം അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, ഡാൻസ്, കുഞ്ഞു സാൻഡേഴ്സ് എന്ന് വെച്ചിട്ട് ഡാൻസ് ഒക്കെ. പക്ഷെ നമ്മൾ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല, കാരണം നമുക്ക് കുറച്ച് വേറെ ലുലുവിൽ പോകാനുണ്ടായിരുന്നു. ഇതിന് ശേഷം അവിടെ വേറെ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതും കാണണം. പിന്നെ അവൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതൊക്കെ ചെയ്യണമായിരുന്നു. അപ്പൊ നമ്മൾ ഒരുപാട് നേരം നിൽക്കാതെ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് നമ്മൾ അവിടുന്ന് ബസ് പിടിച്ചിട്ട് നമ്മൾ മെട്രോയിലാണ് പോയത്. കാരണം ബസ്സിൽ പോയാൽ ആ ബ്ലോക്കിന്റെ ഇടയിൽ അത്രയും എടപ്പള്ളി എത്തില്ല എന്നറിയാമായിരുന്നു. അപ്പോൾ ഞങ്ങള് കലൂര് വരെ പോയിട്ട് അവിടുന്ന് മെട്രോ എടുത്തിട്ട് എടപ്പള്ളി പോവുക, അങ്ങനെയാണ് ചെയ്തത്. നല്ല ഐഡിയ ആയിരുന്നു എന്ന് പറഞ്ഞുവിടാ. പക്ഷെ നമ്മൾ അങ്ങനെ ലുലു എത്തി. അവിടെ എത്തിയപ്പോഴേക്കും എന്റെ കാലിന്റെ പണി കഴിയാൻ തുടങ്ങി, നടക്കാൻ പറ്റില്ല, കാല് നല്ല വേദന ഉണ്ടായിരുന്നു. വിശപ്പിന്റെ വിളി നല്ല പോലെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം പോയത് ഫുഡ് അടിക്കാനാണ്. അങ്ങനെ നമ്മൾ അവിടെ പിസ്സ ഹട്ട് കയറിയിട്ടൊരു പിസ്സ കഴിച്ചു. അത് കഴിഞ്ഞ് ഫാഷൻ സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ വീഡിയോ ഞാൻ അധികം എടുത്തില്ല. ഇനി നമ്മൾ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ലുലുവിന്റെ ഫയർ വർക്ക്സ് കാണാൻ വേണ്ടിയിട്ടാണ്. അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നിങ്ങളത് കാണാൻ, ഇത് ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ എത്രത്തോളം നല്ലതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കണ്ണുകൊണ്ട് കാണും, പൊള്ളി വൈബായിരുന്നു. ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് നേരിട്ട് കാണുമ്പോൾ എനിക്കിങ്ങനെ അത് മേലെ പോയിട്ട് ആ പടക്കം പൊട്ടുമ്പം അത് മഴ പോലെ നമ്മൾ പെയ്യുമായിരുന്നു. അത് ആ ലൈറ്റ്സ് ഒരു മഴ പോലെ പെയ്യുന്നെന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി നമ്മൾ നമ്മുടെ നേരെ മേലെ നോക്കുമ്പോൾ അതിങ്ങനെ ഫുൾ ആകാശം മുഴുവൻ ലൈറ്റ്സ് വെതറി വരുമ്പോൾ ആ ഒരു ഫീൽ തരുന്നു. എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ, ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞൂടാ. പക്ഷെ അടിപൊളിയായിരുന്നു പറഞ്ഞാൽ അടിപൊളിയാ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഫയർ വർക്ക്സ് കാണുന്നത്. നമ്മൾ കാണും, കുറച്ച് ദൂരത്ത് നിന്ന് കാണും, അല്ലാതെ വിഷുവിനൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ അതൊക്കെ ഞാൻ അത്രയും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതായിരുന്നില്ല ഇത്, അതിലും ഭയങ്കര ഡിഫറൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ ഇത് കുറച്ചുകൂടെ എക്സ്ട്രാ ഇങ്ങനത്തെ ടൈപ്പ് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. അപ്പം ഫസ്റ്റ് ടൈം ആവുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, ഭയങ്കര രസമായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും കണ്ണെടുക്കാതെ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്രയും നേരം നോക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ അത്രയും നേരം ഈ വീഡിയോയിൽ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരുപാട് എടുത്തില്ല. കാരണം വീഡിയോ എടുക്കുമ്പോഴല്ല അതിന്റെ ഭംഗി കാണുന്നത്, നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് അതിന്റെ രസം ഫുള്ള് കിട്ടുന്നത്. അപ്പം
എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ഇനി അടുത്ത വർഷം ഇതിന്റെ ഫയർ വർക്സ് ലുലുവിന്റെ ഉണ്ടാവുമെന്ന് അറിഞ്ഞൂടാ. ഇതിന്റെ മാത്രമല്ല, നല്ല നല്ല പ്രോഗ്രാം ഫയർ വർക്സിൽ കുറേ പ്രോഗ്രാംസ് കുറേ ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ദീപാവലിക്കൊക്കെ ഉണ്ടായിരിക്കും, ഞാൻ കാണാത്തതുകൊണ്ടാണ്. അപ്പം ആരും മിസ് ചെയ്യരുത്, അടിപൊളിയാണ്. അപ്പം നെക്സ്റ്റ് ടൈം ഇതുണ്ടെങ്കിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും നമ്മൾ മിസ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സംഭവമാണിത്. ഞാൻ നെക്സ്റ്റ് ഇയർ ഇനി എനിക്ക് പോകാൻ ഇതുപോലെ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യില്ല, ഉറപ്പായിട്ടും പോയിട്ട് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. പിന്നെന്താ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ. ടാറ്റാ. പിന്നെ പറയാൻ മറന്നുപോയി, ആദ്യം പറയേണ്ടതാണ്. അപ്പൊ ഹാപ്പിയസ്റ്റ് ന്യൂ ഇയർ ടു എവ്രി വൺ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും നല്ല അടിപൊളിയായിട്ടുള്ള 2024 ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പം ടാറ്റ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.